10 സൈക്കിൾ യാത്രികരും 5 സഹായികളുമാണ് ഈ സംഘത്തിലുള്ളത്. ഇതിൽ 2 മലയാളികളും ഉൾപ്പെടും. US, നെതർലാൻഡ്, ന്യൂസിലാൻഡ്, UK എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ സംഘത്തിലുള്ളത്. ഇതിൽ 5 വനിതകളും ഉൾപ്പെടുന്നു. ഹിമാചൽ പ്രദേശിലെ മാജിക് മൗണ്ടൻ എന്ന സ്ഥാപനമാണ് ഈ സൈക്കിൾ യാത്രയുടെ സംഘാടകർ. നോർത്ത് ഇന്ത്യൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച ശേഷമാണ് സംഘം കേരളത്തിലേക്ക് എത്തിയത്. അവർക്ക് ഇവിടെ പ്രധാനം കോവളവും വിഴിഞ്ഞം തീരവുമാണ്. See the country on bicycle, so we can see everything on road slowly. We will go to Madurai, and from Madurai we go to Kodaikanal, Palani, then to Munnar, Tegadi, Bagamon and Kochi. കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ നിന്ന് ആരംഭിച്ച യാത്ര തുറമുഖവും ഹാർബറും ചുറ്റിക്കറങ്ങി ചൊവ്വര ബീച്ചിലും പോയ ശേഷം തിരികെ കോവളത്ത് സമാപിച്ചു. തിരുവനന്തപുരം ഒന്ന് ചുറ്റിക്കറങ്ങിയതിനു ശേഷം ഇനിയുള്ള യാത്ര മധുരയിലേക്കാണ്. ഇവിടുത്തെ യാത്രകളൊക്കെ പൂർത്തിയാക്കി ഡിസംബർ 7-ാം തീയതി സംഘം തിരികെ നാട്ടിലേക്ക് മടങ്ങും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിനെ, നമ്മുടെ നാട്ടിലേക്ക് സൈക്കിളിലാണ് ഈ വിദേശ സഞ്ചാരികൾ എത്തിയിട്ടുള്ളത്. ഇവിടേക്ക് ഏറ്റവും അവർക്ക് പ്രിയപ്പെട്ട സ്ഥലം കോവളമാണെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്നുണ്ട്, ചില ആളുകളൊക്കെ. അപ്പം നമ്മുടെ ഈ വിദേശികളുടെ യാത്ര എങ്ങനെയായിരുന്നു? ജയലക്ഷ്മി, ഈ ടൂറിസം സീസൺ ആരംഭിച്ചതിന് ശേഷം കോവളം തീരത്തേക്ക് വലിയൊരു ഒഴുക്കാണ്, പ്രത്യേകിച്ച് വിദേശികളുടെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടറിഞ്ഞ ഇവരും ഇവിടേക്ക് എത്തിയത്. ഏകദേശം ഒരാഴ്ച മുൻപാണെന്ന് തോന്നുന്നു ഞാൻ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കോവളം തീരത്ത് ടൂറിസം സീസൺ ആരംഭിച്ചതും അവിടേക്ക് വിദേശികൾ എത്തുന്നതും സംബന്ധിച്ചിട്ടുള്ള വാർത്ത. ഇതിനു മുന്നേ ഈ ഹിമാചൽ പ്രദേശിലേക്കാണ് ഈ പല നാടുകൾ, അതായത് പ്രത്യേകിച്ച് നെതർലാൻഡ്, US, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘം ഹിമാചലിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് അവിടെയുള്ള ഒരു മലയാളി ടൂർ ഓപ്പറേറ്റർ വഴി ഈ കോവളത്തെക്കുറിച്ചും ഈ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ അറിയുന്നത്. ഇതിന് പിന്നാലെയാണ് അവിടെ നിന്ന് സൈക്കിളിലേക്ക് കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. തുടർന്ന് ഇവിടെ എത്തിയ സംഘം ആദ്യം തിരുവനന്തപുരത്തേക്ക് സൈക്കിളിലെത്തുകയും അവിടെ സംഘം ആദ്യം എത്തിയത് നമ്മുടെ കോവളത്തേക്കുമാണ്. കോവളത്തൊന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം അന്നത്തെ ദിവസം ഈ ഉദയസമുദ്രയിൽ താമസിച്ചു. പിന്നീടാണ് വിഴിഞ്ഞം ഹാർബർ, ചൊവ്വര, ആഴിമല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ, തീരപ്രദേശങ്ങൾ, തിരുവനന്തപുരത്തിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള തീരപ്രദേശങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം അന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരുടെ യാത്ര അവസാനിപ്പിച്ചത്. അതിനുശേഷം നേരത്തെ ചേട്ടൻ പ്രതികരിച്ചതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ കോവളത്തിൻ്റെയും ശംഖുമുഖത്തിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെയും ഒക്കെ തന്നെ പ്രകൃതി ഭംഗിയാണ്. ഏറ്റവും നല്ല തീരങ്ങൾ കേരളത്തിലാണ് ഉള്ളതെന്നാണ് ഈ വിദേശത്ത് നിന്ന് പലരും പറയാറുള്ളത്. എന്തായാലും ഇവരുടെ ഈ ചുറ്റിക്കറങ്ങിയുള്ള തിരുവനന്തപുരത്തെ തീരങ്ങൾ സന്ദർശിച്ചുള്ള യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംഘം പോയിരിക്കുന്നത് മധുരയിലേക്കാണ്. ഇനി അവർ പോകുന്ന മധുര മീനാക്ഷി ക്ഷേത്രം കാണുക എന്നുള്ളതാണ് അടുത്ത അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തായാലും അവർ ഈ കേരളം വരെയുള്ള സൈക്കിൾ യാത്രയിൽ തന്നെ ഒന്ന് തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ട്രെയിനിലാണ് ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത്. ഇവരുടെ സൈക്കിളൊക്കെ തന്നെ മറ്റൊരു വാഹനത്തിലെയും ഈ ടൂർ കോർഡിനേറ്റർ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ സൈക്കിളിൽ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രവും ആ ചുറ്റുമുള്ള പരിസരമൊക്കെ തന്നെ കണ്ടതിന് ശേഷം പിന്നെ സംഘം കൊച്ചിയിലേക്ക് എത്തും. കൊച്ചിയും കൂടി സന്ദർശിച്ചതിന് ശേഷമായിരിക്കും ഈ ഡിസംബർ 7-ാം തീയതി ഇവരെല്ലാവരും സ്വന്തം നാടുകളിലേക്ക് മടങ്ങാം. സ്വന്തം നാടുകൾ എന്ന് പറയുമ്പോൾ പല നാട്ടിൽ നിന്നുള്ളവരാണുള്ളത്. എല്ലാവരും ഇന്ത്യയിൽ എത്തിയതിന് ശേഷമാണ് ഒരു സംഘമായി കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. ജയലക്ഷ്മി.